Dear students, Assalamu alaikum. Let us continue our chapter surface area and volumes. Okay, the next step. Volume of combination of solids. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് ഏരിയ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വോളിയം ഓഫ് എ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്. വോളിയം ഓഫ് എ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്. ഓക്കെ, യെസ്. ഇപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Page number 245. Shanda runs an industry in a shed which is in the shape of a cuboid surmounted by a half cylinder. If the base of the shed is of dimension 7 meter 15 meter and the height of the cuboidal portion is 8 meter, find the volume of the air that the shed can hold. Further, suppose the machinery in the shed occupies a total space of 300 meter cube and there are 20 workers, each of whom occupy about 0.08 meter cube space on average. Then how much air is in the shed? അപ്പോൾ ശാന്ത ഒരു വർക്കറാണ്, ഒരു ഷെഡിലാണ് എന്ത് ചെയ്യണത്, തൻ്റെ സംരംഭം കൊണ്ടുപോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ആ ഷെഡ് എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഫിഗർ 13.12. ഫിഗർ 13.12 നമുക്ക് കാണാം ഫിഗർ എങ്ങനെയാണെന്നുള്ളത്. യെസ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദ ബേസ് ഓഫ് ദി ഷെഡ് ഈസ് ഡയമെൻഷൻ 715. ഷെഡിൻ്റെ ആ ഒരു കണ്ടോ, ഇങ്ങനെ ഒരു ക്യൂബോയിഡൽ പോർഷൻ അടിയിലുണ്ട്, പിന്നെ സിലിണ്ടറിൻ്റെ ഒരു പോർഷന് മുകളിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത് എന്താണ്? 750. ലെങ്ത്തും ഈ ബ്രെഡ്ത്തും ആയിട്ട് വരും നമുക്ക് 750. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ക്യൂബോയിഡൽ പോർഷൻ ഈസ് 8. ക്യൂബോയിഡൽ പോർഷൻ്റെ ഹൈറ്റ് 8 meter. Find the volume of air that the shed can hold. ഷെഡിൻ്റെ ഉള്ളിൽ വരുന്ന എയർ അല്ലേ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ക്യൂബോയിഡൽ പോർഷൻ ഈസ് 8. ഫൈൻഡ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ദ ഷെഡ് ക്യാൻ ഹോൾഡ്. അപ്പോൾ ഈ ഷെഡിൻ്റെ ഉള്ളിലുള്ള വോളിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതിൻ്റെ ഉള്ളിലെ എയർ മീൻസ് ഇതിൻ്റെ ഉള്ളിലെ ഷെഡിൻ്റെ ഉള്ളിലെ വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്, അതറിയാമല്ലോ. Further, suppose the machinery in the shed occupies a total space 300 meter cube. അപ്പോൾ ഇതിനുള്ള കുറച്ച് മെഷീൻസ് ഉണ്ടാവും അല്ലേ, വർക്കിന് വേണ്ടിയിട്ടുള്ള മെഷീൻസ്. അതിന് 300 meter cube സ്പേസ് ആവശ്യമുണ്ടെന്ന് വിചാരിക്കുക, മെഷീനറി. ഓക്കെ, ആൻഡ് ദർ ആർ 20 വർക്കേഴ്സ്. കൂടാതെ 20 വർക്കേഴ്സ്, പണിക്കാർ 20 വർക്കേഴ്സ് ഉണ്ട്. ഈച്ച് ഓഫ് ഹൂം ഒക്യുപ്പൈ അബൌട്ട് 0.08 meter. 0.08 meter ക്യൂബ് വേണം ഓരോരുത്തർക്കും. ടോട്ടൽ 20 വർക്കേഴ്സ് ഉണ്ട്, ഓരോരുത്തർക്കും 0.08 meter ക്യൂബ് സ്പേസ് വേണം. ദെൻ ഹൗ മച്ച് എയർ ഈസ് ഇൻ ദ ഷെഡ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും, ഷെഡിൻ്റെ ഉള്ളിൽ എത്ര ബാലൻസ് എയർ ഉണ്ടാവും, മീൻസ് വോളിയം ഉണ്ടാവും. 20 വർക്കേഴ്സ് ഓരോരുത്തർക്കും വെച്ചിട്ട് 0.08 meter ക്യൂബ് വേണം, മീറ്റർ ക്യൂബ് സ്പേസ് വേണം. അതുപോലെ തന്നെ കുറേ മെഷീൻസ് ഉണ്ട്, അതിന് എത്ര വേണം, 300 meter ക്യൂബ് ടോട്ടൽ വേണം. അപ്പോൾ നമുക്കത് ആൻസർ ചെയ്യാൻ എന്ത് ചെയ്യണം, ബാക്കി എത്ര വോളിയം ഷെഡിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. കാരണം വർക്കേഴ്സിന് കുറച്ച് സ്പേസ് വേണം, മെഷീനൊക്കെ വെക്കാൻ കുറച്ച് സ്പേസ് വേണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഷെഡിൽ എത്ര സ്പേസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്, അതായത് എത്ര വോളിയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ ഷെഡിൻ്റെ ടോട്ടൽ വോളിയം കണ്ടിട്ട് ഏത് സബ്ട്രാക്ട് ചെയ്താൽ മതി, വർക്കേഴ്സിൻ്റെ ടോട്ടൽ സ്പേസും മെഷീനിൻ്റെ 300 meter ക്യൂബ് എന്നുള്ള സ്പേസും സബ്ട്രാക്ട് ചെയ്താൽ മതി. മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ദ റിക്വയർഡ് വോളിയം ഓഫ് ക്യൂബോയിഡ് പ്ലസ് ഹാഫ് വോളിയം ഓഫ് ദി സിലിണ്ടർ. എന്താ വരുന്നത്? വോളിയം ഓഫ് cuboid plus
ഹാഫ് വോളിയം ഓഫ് സിലിണ്ടർ. കാരണം ഇവിടെ സിലിണ്ടറിന്റെ ഹാഫ് ഉള്ളൂ കേട്ടോ, സിലിണ്ടറിന്റെ ഹാഫ് കണ്ടോ. അപ്പോൾ ഹാഫ് വോളിയം ഓഫ് ക്യൂബോയിഡ് പ്ലസ് ഹാഫ് സിലിണ്ടർ വോളിയം ഓഫ് സിലിണ്ടർ. ക്യൂബോയിഡിന്റെ വോളിയം കാണാൻ വേണം എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. നമുക്കറിയാലോ ക്യൂബോയിഡിന്റെ വോളിയം കാണാൻ ഇക്വേഷൻ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ, ഇവിടെ 15 ഇൻറ്റു ബി 7 ഇൻറ്റു 8 പ്ലസ് ഹാഫ് ഇൻറ്റു വോളിയം ഓഫ് സിലിണ്ടർ പൈ ആർ സ്ക്വയർ എച്ച്. ഇക്വേഷൻ അതല്ലേ, ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു 7 ഇൻറ്റു 8 പ്ലസ് 15 ഇൻറ്റു 7 ഇൻറ്റു 8 പ്ലസ് ഹാഫ് ഇൻറ്റു പൈൻ്റെ വാല്യൂ നമുക്ക് ഏതാ കൊടുക്കുക, 22/7 കൊടുക്കുക. 22/7 ആർ സ്ക്വയർ 7ൻ്റെ ഹാഫ് ആയിരിക്കില്ലേ. നമുക്ക് ഡയമീറ്റർ ഇതാ ഈ സർക്കിൾ പാർട്ടിൻ്റെ ഡയമീറ്റർ നമുക്ക് ഏതായിട്ട് എടുക്കാം, 7 ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്, ശരിയല്ലേ. അതിൻ്റെ ഹാഫ് ആയിരിക്കും റേഡിയസ്. അപ്പോൾ 7.2 പൈ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7/2 ഇൻറ്റു എച്ച്. ക്യൂബിൻ്റെ എച്ച് അല്ല, നമുക്കിവിടെ വേണ്ടത് സിലിണ്ടറിൻ്റെ എച്ച് ആണ്. പൈ ആർ സ്ക്വയർ എച്ചിൽ സിലിണ്ടറിൻ്റെ എച്ച് എന്തായിരിക്കും, 15 ആയിരിക്കില്ലേ, 15. ഓക്കെ, 15. ഇതൊക്കെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ആൻസർ വരുന്നത്, സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ആൻസർ എന്താ വരുന്നത്, 1128.75. 1128.75 മീറ്റർ ക്യൂബ്. 1128.75 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇതാണ് ടോട്ടൽ ഷെഡിലെ വോളിയം. ബട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താണ്, ആ ഷെഡിനുള്ളിൽ കുറച്ച് മെഷീൻ്റെ സ്പേസും പിന്നെ 20 വർക്കേഴ്സിൻ്റെ സ്പേസും കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മെഷീനിലെ സ്പേസ് 300 മീറ്റർ ക്യൂബാണ്, പ്ലസ് വർക്കേഴ്സിൻ്റെ സ്പേസ് എത്ര വരും ടോട്ടൽ, 20 ഇൻറ്റു 0.08 മീറ്റർ ക്യൂബ്. 20 ഇൻറ്റു 0.08 മീറ്റർ ക്യൂബ്, അതായത് 1.6 മീറ്റർ ക്യൂബ്. 1.6 മീറ്റർ ക്യൂബ്. 20 വർക്കേഴ്സിന് എത്ര സ്പേസ് വേണം, 1.6 മീറ്റർ ക്യൂബ്. അപ്പോൾ ടോട്ടൽ മെഷീനും വർക്കേഴ്സിനും കൂടി വരുന്ന സ്പേസ് 300 പ്ലസ് 1.6 മീറ്റർ ക്യൂബ്. 300 പ്ലസ് 1.6 മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം ലാസ്റ്റ് അല്ലേ. യെസ്, അപ്പോൾ ലാസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം, വോളിയം ഓഫ് ദി എയർ വെൻ ദർ ആർ മെഷീനറി ആൻഡ് വർക്കേഴ്സ്. The volume of the air when there are machinery and workers. Volume of the air when there are machinery and workers. അപ്പോൾ വർക്കേഴ്സും മെഷീനറി അവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള വോളിയമാണ് ചോദിച്ചത്. ഓക്കെ, യെസ്, 1128.75 ടോട്ടൽ വോളിയം അല്ലേ. 1128.75 മൈനസ് 300 പ്ലസ് 1.6. ഇത് രണ്ടും ആഡ് ചെയ്യുക, അത് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഒന്ന് കണ്ടുപിടിച്ച ഇതിൽ നിന്ന് ഇത് രണ്ടും ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് എന്താ വരുന്നത്, യെസ് 827.15. 827.15 മീറ്റർ ക്യൂബ്. 827.15 meter cube. (827.15 meter cube). Clear? Okay. The next question. Next question. A juice seller was serving his customers using glasses as shown in figure. The inner diameter of the cylindrical glass was 5 cm
but the bottom of the glass had a hemispherical raised portion which reduced the capacity of the glass. If the height of glass was 10 centimeter, find the apparent capacity of the glass and its actual capacity. യെസ്, അപ്പോൾ കസ്റ്റമേഴ്സിന് ജ്യൂസ് സെല്ലർ കൊടുക്കുന്ന ജ്യൂസ് കൊടുക്കുന്ന ഗ്ലാസ് ആണ് ഇവിടെ നമുക്ക് ഫിഗറിൽ തന്നിട്ടുള്ളത്. എങ്ങനെയുള്ള ഗ്ലാസ് ആണത്? ഇതാ സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള ഗ്ലാസ് ആണ്. ബട്ട് അതിൻ്റെ എന്താ പറയുന്നത്, ബോട്ടം അല്ലേ, ബോട്ടം ഓഫ് ദ ഗ്ലാസ് ഹാഡ് എ ഹെമിസ്ഫിയറിക്കൽ റൈസ്ഡ് പോർഷൻ. ഇതിൻ്റെ അടിയിൽ എന്തുണ്ട്, ഒരു ഹെമിസ്ഫിയറിൻ്റെ ഉണ്ടാകുമ്പോൾ ഒരു കുഴിഞ്ഞ ഭാഗം ഉള്ളിലേക്ക് ഉള്ളിലേക്ക് വരുന്നുണ്ട്, പൊന്തി നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരു ഹെമിസ്ഫിയറിൻ്റെ കുഴിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഉള്ളിലേക്ക് പൊന്തി നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഗ്ലാസ്സാണ്. നിങ്ങൾ കണ്ടിട്ടില്ല ഗ്ലാസ്സിൽ ശരിക്കും ഇതിൻ്റെ സ്പേസ് നമ്മൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുന്നത് മുഴുവൻ ഇവിടം വരെ ജ്യൂസ് കിട്ടുന്നു. പക്ഷേ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു കുഴിഞ്ഞ ഭാഗം, ഇങ്ങനെ ഒരു കുഴിഞ്ഞ ഭാഗം ഉള്ളിലേക്ക് ഉയർന്നു നിൽക്കുന്നുണ്ട്. ഹെമിസ്ഫിയറിൻ്റെ ഒരു രൂപം ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ശരിക്കും ഇല്ല. ബട്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഗ്ലാസ് ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നും. പക്ഷേ ആക്ച്വൽ കപ്പാസിറ്റി അതാണോ? അല്ല അല്ലേ. അപ്പാരൻ്റ് കപ്പാസിറ്റി ഓഫ് ദി ആക്ച്വൽ കപ്പാസിറ്റി അതല്ല. നമുക്ക് ആക്ച്വൽ കപ്പാസിറ്റിയും കാണണം, ദെൻ അപ്പാരൻ്റ് കപ്പാസിറ്റിയും കാണണം. ആക്ച്വൽ കപ്പാസിറ്റി, അപ്പാരൻ്റ് കപ്പാസിറ്റി നമുക്ക് കാണണം. ആക്ച്വൽ കപ്പാസിറ്റി, അപ്പാരൻ്റ് കപ്പാസിറ്റി കാണണം. കാരണം ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു പോർഷന് നമുക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടില്ല. ഈ ഭാഗം ഹെമിസ്ഫിയറിക്കൽ ഉയർന്നു കിടക്കുകയാണ്. ആ ഭാഗത്ത് ജ്യൂസ് ഒരിക്കലും ആ ഭാഗത്ത് ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എനി ഐഡിയ? യെസ്, അപ്പാരൻ്റ് കപ്പാസിറ്റി എന്തായിരിക്കും? അപ്പാരൻ്റ് കപ്പാസിറ്റി ഓഫ് ദി ഗ്ലാസ്. ഓക്കെ, ഈ ഗ്ലാസിൻ്റെ തന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എഴുതാം. ഗ്ലാസിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടോ, റേഡിയസ് തന്നിട്ടുണ്ടോ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇന്നർ ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറിക്കൽ ഗ്ലാസ്. ഇന്നർ ഡയമീറ്റർ എന്താ തന്നിട്ടുള്ളത്? 5 സെൻറ്റിമീറ്റർ. ഇന്നർ ഡയമീറ്റർ 5 സെൻറ്റിമീറ്റർ. If the height of the glass was 10 centimeter, height 10 centimeter. യെസ്, പൈ നമുക്ക് 3.14 എടുക്കാനാണ് പറഞ്ഞത്. 3.14. ഓക്കെ, യെസ്. അപ്പം ഇവിടെ നമുക്ക് ആദ്യം തന്നെ അപ്പാരൻ്റ് കപ്പാസിറ്റി കാണാം. അപ്പാരൻ്റ് കപ്പാസിറ്റി ഓഫ് ഗ്ലാസ് മീൻസ് നമുക്ക് പൊതുവേ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വോളിയം, അതാണ് അപ്പാരൻ്റ് കപ്പാസിറ്റി. മനസ്സിലായല്ലോ? ഇക്വേഷന് നമുക്ക് എഴുതാം πr²h, വോളിയം ഓഫ് സിലിണ്ടർ അല്ലേ, πr²h. അപ്പാരൻ്റ് കപ്പാസിറ്റി ഓഫ് ഗ്ലാസ് മീൻസ് വോളിയം ഓഫ് സിലിണ്ടർ. കാരണം ഈ ഗ്ലാസ് സിലിണ്ടറിൻ്റെ രൂപത്തിലല്ലേ, അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ അപ്പാരൻ്റ് കപ്പാസിറ്റി ഓഫ് ഗ്ലാസ് മീൻസ് πr²h, ദാറ്റ്സ് ഈക്വൽ ടു പൈ 3.14 ഇൻറ്റു r² മീൻസ് റേഡിയസ് ഓഫ് ഗ്ലാസ് 5/2. ഡയമീറ്റർ ആണ് 5, അപ്പോൾ റേഡിയസ് 5/2. അപ്പോൾ πr²h എന്നല്ലേ, അപ്പോൾ r² എന്ന് പറയുമ്പോൾ 5/2 2.5 എന്ന് കൊടുക്കാം അല്ലേ. 3.14 ഇൻറ്റു 2.5 ഇൻറ്റു 2.5 ഇൻറ്റു h, ടൺ സെൻറ്റിമീറ്റർ ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യൂ. 3.14 ഇൻറ്റു 2.15 ഇൻറ്റു 2.5 ഇൻറ്റു ടൺ മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പാരൻ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കൂ. യെസ്, എന്താ വരുന്നത്? 196.25 ക്യൂബിക് സെൻറ്റിമീറ്റർ. ക്യൂബിക് സെൻറ്റിമീറ്റർ അപ്പാരൻ്റ് കപ്പാസിറ്റി. ഇനി നമുക്ക് കണ്ടുപിടിക്കണം ആക്ച്വൽ കപ്പാസിറ്റി. ആക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു കുഴിഞ്ഞ ഭാഗം, ഉള്ളിലേക്ക് കുഴിഞ്ഞ ഭാഗം ഉണ്ടാവുമോ, ആ സ്പേസ് അവിടെ ഒരു എന്ത് ചെയ്യണം, ഉണ്ടാവുമോ, ജ്യൂസ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴേ ആക്ച്വൽ കപ്പാസിറ്റി കിട്ടുള്ളൂ. മനസ്സിലായല്ലോ?
Actual capacity of the glass is equal to apparent capacity of glass minus volume of the hemisphere. Apparent capacity of the glass minus volume of the hemisphere. അതാണ് ആക്ച്വൽ കപ്പാസിറ്റി. കാരണം വോളിയം ഓഫ് നമുക്ക് അപ്പാരൻറ്റ് കപ്പാസിറ്റി പറയുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ വോളിയം, അതിൽ നിന്ന് ഈ ഹെമിസ്ഫിയറിൻ്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. അപ്പോഴേ ഉള്ളൂ എന്ത് ചെയ്യുക, അപ്പാരൻറ്റ് കപ്പാസിറ്റി കിട്ടുക. അതാണ് ഈ ഭാഗത്തെ ജ്യൂസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആക്ച്വൽ കപ്പാസിറ്റി കിട്ടാൻ എന്ത് ചെയ്യണം, അപ്പാരൻറ്റ് കപ്പാസിറ്റി മൈനസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. കാരണം ഈ ഒരു ഭാഗമല്ലേ അത് ഹെമിസ്ഫിയർ അല്ലേ, അതിൻ്റെ വോളിയം സബ്ട്രാക്ട് ചെയ്യണം. അതിൻ്റെ വോളിയം എന്താണ്, 2/3 πr 2/3. യെസ്, നമുക്ക് അറിയാം വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 πr³ അല്ലേ, 2/3 πr³. 2/3 πr³. റേഡിയസ് സെയിം ആണ്, കുഴപ്പമില്ല. റേഡിയസ് രണ്ടും സിലിണ്ടറിൻ്റെ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് സെയിം ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്, 196.25 ക്യൂബിക് സെൻറ്റിമീറ്റർ മൈനസ് 2/3 പൈൻ്റെ വാല്യൂ 3.14 ഇൻറ്റു r³ എന്ന് പറയുമ്പോൾ r 2.5. അപ്പോൾ r³ എന്ന് പറയുമ്പോൾ 2.5 ഇൻറ്റു 2.5 ഇൻറ്റു 2.5 2.5 ഇൻറ്റു 2.5 ഇൻറ്റു 2.5 is equal to, simplify you, 32.71. simplify ചെയ്യുമ്പോൾ 32.71. ഇനി 196.25 ക്യൂബിക് സെൻറ്റിമീറ്ററിൽ നിന്ന് 32.71 ക്യൂബിക് സെൻറ്റിമീറ്റർ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യൂ. യെസ്, എന്താ ആൻസർ വരുന്നത്, 163.54 ഈക്വൽ ടു 163.54 ക്യൂബിക് സെൻറ്റിമീറ്റർ. 163.54 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ക്വസ്റ്റ്യൻ ഓവർ. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ 7 നോക്കൂ, പേജ് നമ്പർ 247. എക്സാമ്പിൾ 7, പേജ് നമ്പർ 247. Example 7. A solid toy in the form of a hemisphere surmounted by a right circular cone. The height of the cone is 2 cm and diameter of the base is 4 cm. Determine the volume of the toy. If a right circular cylinder circumscribes the toy, find the difference of the volume of the cylinder and the toy. അതായത് ഇവിടെ ഫിഗർ നോക്കും നിങ്ങൾ, പേജ് നമ്പർ 240 ഫിഗർ 13.14. ഒരു ടോയ് ഹെമിസ്ഫിയറിൻ്റെ ഒരു പോർഷൻ ഉണ്ട്, ഇവിടെ അറ്റാച്ച് ചെയ്തൊരു കോണിക്കൽ പോർഷൻ. ഇതിനെ സർമൗണ്ട് ചെയ്തിട്ടൊരു സർക്കംസ്ക്രൈബ്സ് ദി ടോയ്. ഇത് ഈ ടോയിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ട് ഒരു സിലിണ്ടർ. ഓക്കെ, കണ്ടോ? ഈ ടോയിനെ ചുറ്റിലും ടോയ് കണ്ടോ, ഇതിൻ്റെ പുറത്തു കൂടെ ഒരു സിലിണ്ടർ കൂടി ഉണ്ട്. ഇങ്ങനെയാണ് ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇഫ് റൈറ്റ് സർക്കുലർ ഡിറ്റർമൈൻ ദ വോളിയം ഓഫ് ദ ടോയ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ടോയിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഇഫ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ സർക്കംസ്ക്രൈബ്സ് ദ ടോയ്, ഫൈൻഡ് ദി ഡിഫറൻസ് ഓഫ് ദി വോളിയം ഓഫ് ദി സിലിണ്ടർ ആൻഡ് ദി ടോയ്.
ഇനിയിപ്പോൾ ഇതിന് ചുറ്റിനും ഇതായി ഇങ്ങനെ ഒരു സിലിണ്ടറും കൂടി ഉണ്ടെങ്കിൽ ആ സിലിണ്ടറിൻ്റെ ഈ ടോയുടെയും വോളിയം തമ്മിലുള്ള ഡിഫറൻസും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ടോയുടെ വോളിയം കണ്ടുപിടിക്കാൻ, ഈ ടോയ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, കോമ്പിനേഷൻ ഓഫ് സോളിഡ് ആണ് അല്ലേ വോളിയം വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം, പിന്നെ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഹെമിസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ബട്ട് ഇവിടെ കോണിൻ്റെ വോളിയം 1/3 πr² h. കോണിൻ്റെ വോളിയം എന്താണ്? 1/3 πr² h ആണ്. 1/3 πr² h ആണ് കോണിൻ്റെ വോളിയം. അവിടെ ഹൈറ്റ് എന്ത് വരും? കോണിൻ്റെ ഹൈറ്റ്. ആ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. യെസ്, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണത്, യെസ്, അപ്പോൾ നമ്മളിവിടെ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ EFBCHPGO ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ദ ടോയ് ഫസ്റ്റ് നമുക്ക് എഴുതാം. വോളിയം ഓഫ് ദ ടോയ്, വോളിയം ഓഫ് ടോയ് ഈസ് ഈക്വൽ ടു ഇവിടെ ഹെമിസ്ഫിയറിൻ്റെ വോളിയം പ്ലസ് കോണിൻ്റെ വോളിയം. ഹെമിസ്ഫിയറിൻ്റെ വോളിയം നമുക്കറിയാം ഹാഫ് 2/3 πr³ അല്ലേ. അപ്പോൾ നമുക്ക് 2/3 πr³, ഹാഫ് അല്ല 2/3, സോറി 2/3 πr³, 2/3 πr³. വോളിയം ഓഫ് കോണ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 πr³. വോളിയം ഓഫ് സ്ഫിയർ എന്താണ്? 4/3 πr³. അപ്പോൾ വോളിയം ഓഫ് ഹെമിസ്ഫിയർ 2/3 πr³ പ്ലസ് 1/3 πr² h വോളിയം ഓഫ് കോണ്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ പൈൻ്റെ വാല്യൂ നമുക്കറിയാം. റേഡിയസ് എന്താ വരിക? ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും കോണിൻ്റെ റേഡിയസും സെയിം ആണ് കേട്ടോ. കണ്ടോ, ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് BO ആണ്, അത് തന്നെയല്ലേ കോണിൻ്റെ റേഡിയസും അല്ലേ. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എന്താ വരിക? ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ഡയമീറ്റർ ഓഫ് ദ ബേസ്, ദി ഹൈറ്റ് ഓഫ് കോൺ 2 cm ആണ്, ഡയമീറ്റർ ഓഫ് ദി ബേസ് ഈസ് 4 cm. ഡയമീറ്റർ, ഈ കോണിൻ്റെ ഹൈറ്റ് ആണ് AO, അത് തന്നിട്ടുണ്ട്. എത്രയാണ് AO വരുന്നത്? ഹൈറ്റ് ഓഫ് കോൺ എന്താ വരുന്നത്? AO 2 cm. പിന്നെ ഡയമീറ്റർ, അതായത് ഈ കോണിൻ്റെ ബേസ് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്, BC എന്താ തന്നിട്ടുള്ളത്? 4 cm. അങ്ങനെയാണെങ്കിൽ BO 2 cm. ഓക്കെ, അപ്പോൾ 2/3 πr³ എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം ഓഫ് ടോയ് അല്ലേ, വോളിയം ഓഫ് ടോയ് ഈസ് ഈക്വൽ ടു 2/3 πr³ പ്ലസ് 1/3 πr² h. 2/3 πr³ ഹെമിസ്ഫിയറിൻ്റെ വോളിയമാണ്. അവിടെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം BC തന്നിട്ടുണ്ട്, ഡയമീറ്റർ ഓഫ് കോണിൻ്റെ ബേസ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ്, അതിവിടെ 2 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2/3 πr³ 2/3 π² പ്ലസ് 1/3 πr² h. എന്താണ് 1/3 πr² h? 1/3 πr² h എന്നുള്ളത് നമ്മുടെ കോണിൻ്റെ വോളിയമാണ്. 1/3 πr² h കോണിൻ്റെ വോളിയമാണ്. അവിടെ നമുക്ക് കോണിൻ്റെ റേഡിയസ് തന്നെയാണ്, നമുക്ക് സ്ഫിയറിൻ്റെ റേഡിയസും സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് കോണിൻ്റെ റേഡിയസ് നമുക്ക് എന്ത് കൊടുക്കാം? 2 തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ 2², 1/3 πr² എന്ന് പറയുമ്പോൾ 1/3 2² ഇൻറ്റു h. h ഇവിടെ എത്രയാണ്? AO കണ്ടോ, നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ് h നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത ആൻസർ എന്ത് വരും? 2/3 × 3.14 × 8 കണ്ടോ, 3.14 ആണ് പൈൻ്റെ വാല്യൂ കൊടുത്തിട്ടുള്ളത്. 3.14 × 8 മീൻസ് 8 എങ്ങനെ വന്നത്? 2³ പ്ലസ് 1/3 × 3.14 × ഇവിടെയും 8 വന്നു. അങ്ങനെ 2² 4, ദെൻ 4 × 2 8 കണ്ടോ, 2² 4 4 × 2 8. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ എന്താ വരുന്നത്? 25.12 cubic centimeter.